ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഈ ചൂടുകാലത്ത് നമ്മൾ പാലെടുത്ത് വെക്കുമ്പോൾ പിരിഞ്ഞു പോലെ സാധാരണയാണല്ലോ അല്ലേ. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിന് പാലാണിത്. കേട് വന്നപ്പം പിന്നെ ഏതായാലും പനീർ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ പാല് കേട് വന്നതെന്ന് ഓൾറെഡി എനിക്കറിയാം. എന്നാലും ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ. തിളപ്പിക്കണില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണുള്ളൂ. അങ്ങനെ ചൂടാക്കുമ്പോൾ തന്നെ അതേപോലെ ഇങ്ങനെ അതിൽ ചെറിയ ചെറിയ തരികളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ പാലിൻ്റെ തണുപ്പൊക്കെ വിട്ട് നല്ലോണം ചൂടായിന് കേട്ടോ. പക്ഷെ തിളച്ചിട്ടില്ല. തിളക്കുന്നതിന് മുന്നേ ഒരു ചെറുനാരങ്ങൻ്റെ നീരാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ചെറുനാരങ്ങ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സുർക്കായാലും മതി കേട്ടോ. ഞാൻ ചെറുനാരങ്ങ ഒരു കംപ്ലീറ്റ് ചെറുനാരങ്ങൻ്റെ നീര് ഇതിലേക്ക് പിഴിഞ്ഞെടുക്കുക. കുരുവൊക്കെ ഒഴിവാക്കിയതിന് ശേഷം കേട്ടോ ഫിൽറ്റർ ചെയ്ത ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. തിളപ്പിക്കൊന്നും വേണ്ട. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അത് വെക്കണം കേട്ടോ. അത് അപ്പം തന്നെ എടുത്ത് അരിച്ച് കളയരുത്. കുറച്ച് നേരം അതിൽ കിടന്ന് സെറ്റ് ആവണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു അരിപ്പ വെച്ചിട്ട് അതിൻ്റെ മേലെ നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അരിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യം നമ്മൾ സാധാരണ ചായക്ക് എടുക്കണ അരിപ്പേനിട്ടോ എടുത്തത്. അത് വെച്ച് അരിച്ചപ്പോഴുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ വേറെ അരിപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ അരിപ്പന്നെ എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ആക്ച്വലി ജ്യൂസ് അരിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ഓർമ്മ ഇല്ലാതെ ഞാൻ ചായ അരിപ്പേൽ തന്നെ അരിച്ചു നോക്കി. അപ്പോഴാണ് കുറേ ടൈം എടുക്കുന്നുണ്ട്. വെള്ളം ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടി കുറേ ടൈം എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇത് മെല്ലെ മാറ്റിയിട്ട് ഞാൻ ജ്യൂസ് അരിപ്പ വെച്ച്. ജ്യൂസ് അരിപ്പാകുമ്പോൾ ഒറ്റ ട്രിപ്പിന് തന്നെ എല്ലാം ഒഴിച്ചിട്ട് അരിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളെ കയ്യിലില്ലയെന്നുണ്ടെങ്കിൽ മാത്രം ചെറിയ ചായ അരിപ്പ് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളിത് എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് പോയിക്കോട്ടെ. അപ്പോൾ നമ്മൾ താഴെ ഒരു പാത്രം വെച്ചിട്ട് ഇതേപോലെ വെച്ച് പോവുക. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ഇങ്ങനെ വെള്ളം പോയിട്ട് താഴെ വെള്ളം കണ്ടോ, പ്യുവറായിട്ട് നല്ല വെള്ളം താഴെ കിട്ടി. നമുക്ക് മേലെ ഇതിൻ്റെ ആ ഒരു ചെണ്ടി ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇത് ആയിട്ട് ഒരു കിഴി പോലെ നമ്മൾക്ക് കെട്ടി വെക്കുക. കിട്ടിയതിന് ശേഷം ഇതങ്ങനെ കൂട്ടി പിടിച്ചതിന് ശേഷം ഈ അരിപ്പൻ്റെ മേലെ തന്നെ ഒരു വെയിറ്റുള്ള സാധനം എന്തെങ്കിലും വെക്കുക. അപ്പോൾ എത്രയാണോ നമ്മളെ കയ്യിൽ പനീറുള്ളത് അതിനനുസരിച്ചുള്ള വെയിറ്റ് എടുത്താൽ മതിട്ടോ. നമ്മൾ ഒരുപാട് വെയിറ്റ് എടുക്കുമ്പോൾ ഇതെല്ലാം കൂടി ചമ്മന്തിയായി പോകും. അപ്പം ഇത് ഏകദേശം എനിക്ക് കുറച്ചല്ലേ ഉള്ളൂ, കുറച്ച് പാലല്ലേ ഉള്ളൂ. അപ്പം ഞാനിതാ ഈ ഒരു മുളക് പൊടിൻ്റെ ടിന്നാണ് കേട്ടോ വെക്കണത്. നിങ്ങൾക്ക് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള വെയിറ്റ് വെച്ചാൽ മതി. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കുക കേട്ടോ. ആ വെയിറ്റ് വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് വെക്കണത്. 1 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇതേപോലെ നല്ലോണം സെറ്റായിട്ടുണ്ട് കേട്ടോ. വെള്ളം പോയ വെള്ളം നമുക്കിതിൽ ഈ പാത്രത്തിൽ കാണാൻ പറ്റും. ഇനി തുണിയൊക്കെ മാറ്റിയിട്ട് കട്ട് ചെയ്ത് പനീറാക്കേണ്ട പണിയേ ഉള്ളൂ. അങ്ങനെ ഇനി കേടുവന്ന പാലൊന്നും ആരും കളയണ്ട കേട്ടോ. ഇതേപോലെ പനീർ ഉണ്ടാക്കി സൂക്ഷിക്കുക. നമ്മളിങ്ങനെ ഉണ്ടാക്കിയ പനീർ 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഇതേപോലെ പിരിഞ്ഞു പോയ പാലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. അപ്പോൾ എന്നാൽ ശരി, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.